നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ അഭയാർത്ഥി കോടതികൾ നിർത്തലാക്കാനുള്ള ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ നീക്കത്തിനെതിരെ ആക്ഷേപം ശക്തമാകും. എതിർപ്പുമായി എത്തിയത് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ. വിമർശനത്തിനു നേരെ ആഞ്ഞടിച്ച് ഷബാന മഹ്മൂദ്. ബ്രിട്ടനിൽ ബാങ്ക് തകരാറിലായാൽ നിക്ഷേപകർക്ക് സംരക്ഷണം ലഭിക്കുന്ന തുക 85,000 പൗണ്ടിൽ നിന്നും 1,20,000 പൗണ്ടായി ഉയർത്തി. പുതിയ പരിധി പ്രഖ്യാപിച്ചത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രൊഡൻഷ്യൽ റെഗുലേഷൻ അതോറിറ്റി. യുകെയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത 9 വയസ്സുകാരനെ വെറുതെ വിട്ട കോടതിക്കെതിരെ പ്രതിഷേധം ശക്തം. ആംഗിൾ മോണിറ്റർ സഹിതമുള്ള വീട്ടുതടങ്കലെങ്കിലും നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളി. ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഉറച്ച് BBC ചെയർമാൻ സമീർ ഷാ. അപകീർത്തി കേസിന് തക്ക അടിസ്ഥാനമില്ല എന്ന് സമീർ ഷാ. BBCക്കെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ച് അമേരിക്കൻ പ്രസിഡന്റ്. ബംഗ്ലാദേശിൽ വൻ കലാപം. ധാക്കയിലും ബംഗ്ലാദേശിലെ പ്രാന്തപ്രദേശങ്ങളിലും തെരുവുകളിൽ പോലീസുമായി അവാമി ലീഗ് അനുകൂലികൾ ഏറ്റുമുട്ടൽ തുടരും. പ്രതിഷേധം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ നൽകിയതിനെതിരെ. കേരളത്തിലെ SIR നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതി. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതുവരെ SIR നടപടികൾ നിർത്തിവെക്കണമെന്ന് കേരളം കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കി. കട്ടിളപ്പാളികളിലും ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണം പൂശിയ പാളികളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. വാർത്തകൾ വിശദമായി. യുകെയിൽ വംശീയ വെറി ഏറെ അനുഭവിച്ച ഒരു ഭൂതകാലത്തിന്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് തന്റെ അഭയാർത്ഥി നിയമ പരിഷ്കരണത്തിനെതിരെ വിമർശനവുമായി എത്തിയവർക്ക് നേരെ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് ആഞ്ഞടിച്ചു. തന്റെ പുതിയ പദ്ധതികൾ പുറത്തുവിട്ട മഹ്മൂദിനെതിരെ സ്വന്തം പാർട്ടിയിലെ ചിലർ തന്നെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. യുകെയിൽ പുതിയ പദ്ധതികൾ പുറത്തുവിട്ട മഹ്മൂദിനെതിരെ സ്വന്തം പാർട്ടിയിലെ ചിലർ തന്നെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ തികച്ചും അശ്ലീലമായ പദങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനി എന്ന് തന്നെ ആട്ടിയിരുന്നത് കേട്ട് വളർന്ന ഹോം സെക്രട്ടറിയുടെ ബാല്യ കൗമാരങ്ങളുടെ കഥ അക്ഷരാർത്ഥത്തിൽ തന്നെ ജനപ്രതിനിധി സഭയെ ഞെട്ടിച്ചു. അഭയാർത്ഥി പ്രതിസന്ധി ബ്രിട്ടനെ എങ്ങനെ വിഘടിപ്പിക്കുന്നു എന്നതിന്റെ ഉത്തമോദാഹരണമായിരുന്നു അത്. ആക്ടിവിസ്റ്റുകൾ എന്ന വിധേന പ്രവർത്തിക്കുന്ന ജഡ്ജിമാർ കൂടുതലായുള്ള അഭയാർത്ഥി കോടതികൾ നിർത്തലാക്കാനാണ് ബ്രിട്ടന്റെ ആദ്യ മുസ്ലിം ഹോം സെക്രട്ടറിയായ ഷബാന മഹ്മൂദിന്റെ നീക്കം. അതിനു പകരമായി ഹോം ഓഫീസിന്റെ നിരീക്ഷണത്തിലുള്ള സ്വതന്ത്ര അഡ്ജുഡിക്കേറ്റേഴ്സിനെ നിയമിക്കും. അതിനു പുറമെ പാർട്ടിക്കുള്ളിലെ അതിതീവ്ര ഇടതുപക്ഷത്തെ അസ്വസ്ഥരാക്കിക്കൊണ്ട് അഭയാപേക്ഷ നിരീക്ഷിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമങ്ങളുടെ പിൻബലത്തിൽ അതിനെതിരെ നടപടികൾക്കൊരുങ്ങാനുള്ള അഭയാർത്ഥികളുടെ അവകാശം വെട്ടിച്ചുരുക്കുകയും ചെയ്തു. ഇതിനെതിരെ ലിബറൽ ഡെമോക്രാറ്റിലെ വിദേശകാര്യ വക്താവ് മാക്സ് വിൽക്കിൻസൺ കടുത്ത വിമർശനം ഉയർത്തിയപ്പോഴാണ് വിവേചനം അനുഭവിക്കാതെ ഈ രാജ്യത്ത് ചുറ്റിക്കറങ്ങാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് താൻ അത്യധികം ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് മഹ്മൂദ് തിരിച്ചടിച്ചത്. ഈ വിഭാഗീയത സൃഷ്ടിക്കുന്നത് പ്രധാനമായും കുടിയേറ്റവും അഭയാർത്ഥി പ്രവാഹവും നിമിത്തമാണ് എന്നും അവർ തുറന്നടിച്ചു. തനിക്കെതിരെ തന്റേതെന്നും പാകിസ്ഥാനി എന്നതിനൊപ്പം അശ്ലീല പദങ്ങൾ കൂട്ടിച്ചേർത്ത നിരവധി വിളികൾ തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നതായും അവർ പറഞ്ഞു. അഭയം നൽകുന്ന പ്രക്രിയ രാജ്യത്ത് എത്രമാത്രം വിഭാഗീയത സൃഷ്ടിക്കുന്നുണ്ടെന്ന് തനിക്ക് സ്വന്തം അനുഭവത്തിൽ നിന്നും അറിയാമെന്നും അവർ പറഞ്ഞു. ഷബാന മഹ്മൂദ് ഉപയോഗിച്ച ചില പദങ്ങൾക്കെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ താക്കീത് നൽകിയപ്പോൾ ക്ഷമാപണം നടത്തിയ അവർ പക്ഷേ തന്റെ അനുഭവത്തിന്റെ പ്രതിഫലനമാണ് അവയെന്നും തന്റെ നേർക്ക് ഉപയോഗിച്ച പദങ്ങളായിരുന്നു അവയെന്നും പറഞ്ഞു. ഏതായാലും റീസ്റ്റോറിംഗ് ഓർഡർ ആൻഡ് കൺട്രോൾ എന്ന പേരിട്ട 33 പേജ് വരുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ ലേബർ പാർട്ടിക്കുള്ളിൽ വലിയ വിഭാഗീയതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യുകെയിൽ ബാർക്ലേസ് അവരുടെ മോർട്ട്ഗേജ് നിരക്കുകൾ വീണ്ടും വെട്ടിക്കുറച്ചു. ഇപ്പോൾ 40% ഡെപ്പോസിറ്റോടുകൂടി 5 വർഷത്തെ ഫിക്സ് നിരക്കിൽ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും നിരക്ക് കുറഞ്ഞ മോർട്ട്ഗേജ് ഡീലാണ് ബാർക്ലേസ് വാഗ്ദാനം ചെയ്യുന്നത്. 40% ഡെപ്പോസിറ്റ് ഉള്ള ഡീലിന്റെ നിരക്ക് 3.98% നിന്നും 3.82% കുറച്ചിരിക്കുകയാണ്. നിലവിൽ വിപണിയിൽ ലഭ്യമായതിൽ ഏറ്റവും നിരക്ക് കുറഞ്ഞ ഡീലാണിത്. എന്നാൽ ഇതിന് വായ്പ എടുക്കുന്നവർ 899 പൗണ്ട് ഫീസ് നൽകേണ്ടതുണ്ട്. 25% മാത്രം ഡെപ്പോസിറ്റ് നൽകാൻ കഴിവുള്ളവർക്ക് 4% നിരക്കിലുള്ള 5 വർഷത്തെ ഫിക്സ് ഡീൽ പരിഗണിക്കാവുന്നതാണ്. എക്കാലത്തെയും സ്വപ്നമായിരുന്ന ജോലി ലഭിച്ചതിന്റെ ആഹ്ലാദം സുഹൃത്തുക്കളുമായി പങ്കുവച്ച് ഏറെ താമസിയാതെ തന്നെ യുവതിയും മറ്റു 4 സുഹൃത്തുക്കളും കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. കാരിക് മാക്രോസിൽ നിന്നുള്ള ക്ലോയി മാക്ജൻ എന്ന 23-കാരിക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. ഏറെ സ്വപ്നം കണ്ട അധ്യാപക വൃത്തി സ്ഥിരമായി ലഭിച്ചതിന്റെ സന്തോഷം പങ്കുവയ്ക്കാനാണ് ഷേ ഡഫി, അലൻ മെക്ഡൽസ്കി, ഡൈനാൻ കോമിൻസ്, ക്ലോയി ഹിപ്സൺ എന്നീ സുഹൃത്തുക്കളുമായി ഒത്തുചേർന്നത്. തുടർന്ന് അവർ മടങ്ങവേ ശനിയാഴ്ച രാത്രി 9 മണിയോടെ അയർലൻഡിലെ ലൗത്ത് കൗണ്ടിയിൽ ഉണ്ടായ കാർ അപകടത്തിൽ 5 പേരും മരണമടയുകയായിരുന്നു. ഒരു നൈറ്റ് ഔട്ട് ആഘോഷിക്കുന്നതിനായി പട്ടണത്തിലേക്ക് വരികയായിരുന്നു അവർ. അതിനിടയിലാണ് അവർ സഞ്ചരിച്ചിരുന്ന ഫോക്സ് വാഗൻ ഗോൾഡ് ഒരു ടൊയോട്ട ലാൻഡ് ക്രൂയിസറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്.
ഇതേ കാറിലുണ്ടായിരുന്ന പ്രായം 20കളിലുള്ള ഒരു വ്യക്തി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ പരിക്കുകൾ അത്ര ഗുരുതരമല്ല എന്നാണ് അറിയുന്നത്. ഡെൻഡാക്കിലെ ഓഫ് ഹൈഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫർദർ എഡ്യൂക്കേഷനിലായിരുന്നു മെഗ്ജന് അധ്യാപികയായി സ്ഥിര നിയമനം ലഭിച്ചത്. UK-യിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന 9 വയസ്സുകാരനെ ഇരയുടെ മാതാവിന്റെ അഭ്യർത്ഥനകൾക്ക് ചെവി കൊടുക്കാതെ വീട്ടിലേക്ക് മടങ്ങാൻ കോടതി അനുവദിച്ചു. പ്രതിഷേധം ശക്തമാകുന്നു. 5 വയസ്സുകാരിയെ ക്രൂരമായി ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന 9 വയസ്സുകാരൻ വ്യാഴാഴ്ച ഓഹിയോയിലെ ജുവനൈൽ കോടതിയിൽ ഹാജരായ പ്രതി തന്റെ പേരിലുള്ള കുറ്റങ്ങളെല്ലാം നിഷേധിക്കുകയായിരുന്നു. നിയമപരമായ കാരണങ്ങളാൽ ഈ ബാലന്റെ പേര് വെളിപ്പെടുത്താൻ നിർവാഹമില്ല. കഴിഞ്ഞയാഴ്ച ആദ്യം കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്ന ബാലൻ പക്ഷേ അന്ന് ഹാജരായിരുന്നില്ല. തുടർന്ന് വാറന്റ് പുറപ്പെടുവിക്കുമെന്ന് ജഡ്ജി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നായിരുന്നു വ്യാഴാഴ്ച ഹാജരായത്. പ്രതിയായ കുട്ടിയുടെ കമ്പീറ്റൻസി ഇവാലുവേഷൻ നടത്തണമെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത്. അതിനിടയിൽ കുട്ടിയെ വീട്ടിൽ പോകാൻ അനുവദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടതായി ന്യൂസ് 5 റിപ്പോർട്ട് ചെയ്തു. ഒരു 5 വയസ്സുകാരിയെ ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ച് നഗ്നയാക്കുകയും മർദ്ദിക്കുകയും ശരീരമാകെ മൂത്രവിസർജനം നടത്തുകയും ചെയ്തു എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. ആംഗിൾ മോണിറ്റർ സഹിതമുള്ള ഒരു വീട്ടുതടങ്കലെങ്കിലും നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് അയക്കരുതെന്നായിരുന്നു ഇരയുടെ അമ്മ വാദിച്ചത്. കേസ് ജനുവരിയിൽ വീണ്ടും വിചാരണയ്ക്ക് എത്തും. ബ്ലാക്ക്പൂളിൽ 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രായം 50കളിലുള്ള ഒരു പുരുഷനും സ്ത്രീയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. പ്രശസ്തമായ കടലോര നഗരത്തിലെ കാർലൈൻ അവന്യൂവിൽ വെച്ച് 2022 ഓഗസ്റ്റ് 16 രാവിലെ 10:15 സംഭവം. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നു. തുടർന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ മൈക്കൽ വെല്ലിങ്സ് എന്ന 50കാരനെയും ലിസ ഗ്രീൻ എന്ന 52കാരിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും കുട്ടിയെ കണ്ടെത്തി സുരക്ഷിതമായി മാതാപിതാക്കളെ ഏൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസുമായി കൂടിയാലോചനകൾ നടത്തിയാണ് ഇരുവരും തട്ടിക്കൊണ്ടുപോകലിന് കേസ് ചാർജ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 16 ഇരുവരും പ്രസിഡന്റ് ക്രൗൺ കോടതിയിൽ ഹാജരായി. ഇരുവരും തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. ഇവർക്കുള്ള ശിക്ഷ പിന്നീട് നിശ്ചയിക്കും. UK-യിൽ ട്രെയിൻ ടിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു നിയമം അടുത്ത മാസം നിർത്തലാക്കാൻ ഉദ്ദേശിക്കുന്നതായി റിപ്പോർട്ട്. ആയിരക്കണക്കിന് യാത്രക്കാരെ 100 പൗണ്ട് പിഴയിൽ നിന്നും രക്ഷിക്കാൻ ഈ നീക്കത്തിന് കഴിയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലണ്ടനും സ്റ്റാൻഡേർഡ് വിമാനത്താവളത്തിനുമിടയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് തിരക്കേറിയ ഹബ്ബിലെത്തുമ്പോൾ അവരുടെ ഡെബിറ്റ് കാർഡോ ഒയസ്റ്ററോ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഓരോ വർഷവും ഏകദേശം 67 ലക്ഷം യാത്രക്കാരാണ് ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നത്. അവരിൽ പലർക്കും പിഴ നോട്ടീസും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഡിസംബർ 14 മുതൽ വിമാനത്താവളത്തിന്റെ എക്സൈറ്റിലുള്ള റെയിൽവേ സ്റ്റേഷൻ കോൺടാക്ട്ലെസ് പേയ്മെന്റുകൾ സ്വീകരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലെ 49ലധികം സ്റ്റേഷനുകൾ കോൺടാക്ട്ലെസ് കാർഡുകൾ കൂടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ ലിവർപൂൾ സ്ട്രീറ്റിൽ നിന്നും ടോട്ടൻഹാം ഹെയിലിൽ നിന്നും അവരുടെ കോൺടാക്ട്ലെസ് കാർഡുകൾ ടാപ്പ് ചെയ്ത് ട്രെയിനിൽ കയറുന്നവർക്ക് അവരുടെ യാത്രയുടെ അവസാനം സ്റ്റാൻസ്റ്റഡ് വിമാനത്താവളത്തിൽ ടാപ്പ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഇതുവഴി പ്രതിവർഷം ഏകദേശം 16,000 പേർക്ക് പിഴ ഒടുക്കേണ്ടി വരുന്നതായും ചിലർ ചൂണ്ടിക്കാണിച്ചു. UK-യിൽ ഇനി മുതൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ളവർക്ക് കൺസൾട്ടന്റുമായി വീഡിയോ കോളിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ രക്തപരിശോധനകൾ, DIY കിറ്റുകൾ ഉപയോഗിച്ച് വീടുകളിൽ തന്നെ നടത്താനും കഴിയും. ട്യൂമറുകൾ നേരത്തെ കണ്ടെത്തുകയും ചികിത്സയൊരുക്കുകയും ചെയ്യുന്നതിനുള്ള NHS പദ്ധതിക്ക് കീഴിലാണ് ഈ പുതിയ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ജോലിയിൽ നിന്ന് ഇടവേളയെടുത്ത് കൺസൾട്ടന്റിനെ കാണുന്നതും രക്തപരിശോധനകൾക്കായി ലബോറട്ടറികളിൽ കയറിയിറങ്ങുന്നതും ഇതുവഴി ഒഴിവാക്കാൻ കഴിയുമെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. ഈ സൗകര്യം ഒരുക്കിയാൽ ഡോക്ടർമാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. ആദ്യ സ്റ്റേജുകളിൽ കണ്ടെത്താനായാൽ ചികിത്സ താരതമ്യേന ചെലവ് കുറഞ്ഞതും എളുപ്പവുമായിരിക്കുമെന്ന് മാത്രമല്ല രോഗവിമുക്തിക്കുള്ള സാധ്യത വളരെ കൂടുതലുമായിരിക്കും. പുതിയ നടപടി ഏറെ പ്രോത്സാഹനജനകമാണ് എന്നാണ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചാരിറ്റികൾ അഭിപ്രായപ്പെടുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് കാര്യക്ഷമമായ പ്രതിരോധം തീർക്കാൻ ഇത് സഹായകരമാകുമെന്നും അവർ പറയുന്നു. ബ്രിട്ടനിൽ ബാങ്ക് തകരാറിലായാൽ നിക്ഷേപകർക്ക് സംരക്ഷണം ലഭിക്കുന്ന തുക 85,000 പൗണ്ടിൽ നിന്നും 1,20,000 പൗണ്ടായി ഉയർത്തി. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രൊഡൻഷ്യൽ റെഗുലേഷൻ അതോറിറ്റിയാണ് 40% വർധനവോടെ പുതിയ പരിധി പ്രഖ്യാപിച്ചത്. ഉയർന്ന വിലക്കയറ്റത്തെ പരിഗണിച്ചാണ് മുൻപ് നിർദ്ദേശിച്ചിരുന്ന 1,10,000 പൗണ്ട് പരിധിക്ക് പകരം കൂടുതൽ തുക നിശ്ചയിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ മാറ്റം ജനങ്ങളുടെ നിക്ഷേപ സുരക്ഷയിലേക്കുള്ള വിശ്വാസം കൂട്ടുമെന്ന് PRA ചീഫ് എക്സിക്യൂട്ടീവ് സാമൂഡ്സ് പറഞ്ഞു. പുതിയ പരിധി യൂറോപ്യൻ യൂണിയന്റെ ഏകീകരിച്ച €1,00,000 ഗ്യാരണ്ടിയേക്കാൾ കൂടുതലാണെങ്കിലും US-ലെ $2,50,000 പരിരക്ഷയേക്കാൾ താഴെയാണ്. ബാങ്കുകൾക്കും ബിൽഡിംഗ് സൊസൈറ്റികൾക്കും തകർച്ചയുണ്ടായാൽ ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് ഫിനാൻഷ്യൽ സർവീസസ് കമ്പൻസേഷൻ സ്കീം എന്ന പദ്ധതിയിലൂടെയാണ്. താൽക്കാലികമായി അക്കൗണ്ടിൽ കൂടുതൽ തുക ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ, ഉദാഹരണത്തിന് വീട് വിൽക്കുമ്പോൾ കുറച്ച് ദിവസങ്ങളിൽ വലിയ തുക അക്കൗണ്ടിൽ വരുമ്പോൾ
പണത്തിനുള്ള സംരക്ഷണ പരിധിയും കൂട്ടിയിട്ടുണ്ട്. മുൻ പരിധിയായ 10 ലക്ഷം മുതൽ ഇത് 14 ലക്ഷമായി PRA പ്രഖ്യാപിച്ചു. ബാങ്കിംഗ് മേഖലയിൽ അനിശ്ചിതത്വങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിക്ഷേപകരുടെ പണം കൂടുതൽ സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടിയാണ് ഇതെന്ന് അധികാരികൾ വ്യക്തമാക്കുന്നു. കീലെസ് കാറുകൾ മിനിറ്റുകൾക്കുള്ളിൽ മോഷ്ടിക്കാനാകുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓൺലൈൻ വഴി UK-യിൽ വിൽക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. വീടിനകത്ത് വെച്ചിരിക്കുന്ന കീയുടെ സിഗ്നൽ പിടിച്ച് കാറിന്റെ ലോക്ക് തുറക്കാൻ കഴിയുന്ന ഈ ഉപകരണങ്ങൾ ക്രിമിനൽ സംഘങ്ങൾ തമ്മിൽ വാടകയ്ക്ക് കൈമാറ്റം ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ചില ഉപകരണങ്ങൾ ശക്തമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. വുൾവർഹാംപ്ടണിൽ താമസിക്കുന്ന അബി ബ്രൂക്സ് മോറിസിന്റെ കാർ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ച് 2 മിനിറ്റ് കൊണ്ടാണ് മോഷണം പോയത്. അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ മോഷണം നടത്തുന്ന സംഘത്തിന്റെ ദൃശ്യങ്ങൾ ഡോർബെൽ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. പിന്നാലെ കാർ കണ്ടെത്തിയെങ്കിലും വാഹനത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നിയന്ത്രിക്കാനായി പാർലമെന്റിൽ കൊണ്ടുവരുന്ന പുതിയ നിയമപ്രകാരം കാർ മോഷണത്തിനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈവശം വെക്കുന്നതും പങ്കിടുന്നതും കുറ്റകരമാകും. ഡൊണാൾഡ് ട്രംപ് സമർപ്പിക്കാനിരിക്കുന്ന അപകീർത്തി കേസിന് തക്ക അടിസ്ഥാനമില്ല എന്നും ശക്തമായി നേരിടാനാണ് തീരുമാനമെന്നും BBC ചെയർമാൻ സമീർ ഷാ വ്യക്തമാക്കി. ട്രംപിന്റെ 2021 ജനുവരി 6 പ്രസംഗത്തിലെ ഭാഗങ്ങൾ തെറ്റായി എഡിറ്റ് ചെയ്തത് കൊണ്ടാണ് തനിക്ക് അപകീർത്തി സംഭവിച്ചതെന്ന് ട്രംപ് ആരോപിക്കുന്നു. ആക്രമണവുമായി ബന്ധപ്പെട്ട് താൻ പ്രോത്സാഹനപരമായ വാക്കുകൾ പറഞ്ഞുവെന്ന തെറ്റിദ്ധാരണയാണ് എഡിറ്റിൽ ഉണ്ടായതെന്നാണ് BBCക്കെതിരെയുള്ള ആരോപണം. മൂന്നാം കക്ഷി നിർമ്മിച്ച ഡോക്യുമെന്ററി തെറ്റായി മുറിച്ചു പകർത്തിയെന്ന് BBC സമ്മതിച്ചെങ്കിലും അത് അപകീർത്തിയുടെ പരിധിയിലെന്ന ട്രംപിന്റെ വാദം ശക്തമായി തള്ളി. പ്രസംഗത്തിലെ ഫൈറ്റ് ലൈക്ക് ഹെൽ എന്ന ഭാഗം തെറ്റായ സ്ഥാനത്ത് ചേർത്തതും യഥാർത്ഥത്തിൽ ട്രംപ് ചീർ ഓൺ അവർ ബ്രേവ് സെനറ്റേഴ്സ് എന്നാണ് പറഞ്ഞതെന്നും പിന്നീട് പുറത്തുവന്ന ആഭ്യന്തര റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. ഈ വിവാദ റിപ്പോർട്ട് ഡെയിലി ടെലിഗ്രാഫിന് ചോർന്നു കിട്ടിയതിനെ തുടർന്ന് BBCയുടെ ഡയറക്ടർ ജനറലും ന്യൂസ് മേധാവിയും രാജിവെച്ചിരുന്നു. കേസ് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഫയൽ ചെയ്യാനാണ് ട്രംപ് തീരുമാനിച്ചത്. കാരണം ബ്രിട്ടനിൽ 1 വർഷത്തെ സമയപരിധി കഴിഞ്ഞിരുന്നു. എന്നാൽ അമേരിക്കയിൽ സ്വതന്ത്ര പ്രസ്താവനാവകാശം ശക്തമായതിനാൽ കേസ് തെളിയിക്കുക കൂടുതൽ ബുദ്ധിമുട്ടാകുമെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. ഡോക്യുമെന്ററി US-ൽ സംപ്രേഷണം ചെയ്തിട്ടില്ല എന്നും ട്രംപ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതുകൊണ്ട് അപകീർത്തി സംഭവിച്ചെന്ന വാദവും അംഗീകരിക്കാനാകില്ല എന്നും BBC കോടതിയിൽ ഉന്നയിക്കുമെന്നാണ് വിലയിരുത്തൽ. സൗദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ US സന്ദർശനത്തിന് തൊട്ടു മുൻപായാണ് ട്രംപിന്റെ പ്രഖ്യാപനം. സൗദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കുമെന്ന് വ്യക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി കഴിഞ്ഞു. 7 വർഷത്തിനു ശേഷമാണ് സൗദി കിരീടാവകാശിയുടെ US സന്ദർശനം. സൗദി അറേബ്യയ്ക്ക് വിമാനങ്ങൾ വിൽക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഞങ്ങൾ അത് ചെയ്യുമെന്ന് ഞാൻ പറയുന്നു. ഞങ്ങൾ F-35 വിമാനങ്ങൾ വിൽക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. സൗദിക്ക് F-35 വിമാനങ്ങൾ നൽകുന്നത് പരിഗണനയിലാണ് എന്ന് ട്രംപ് അടുത്തിടെ പറഞ്ഞിരുന്നു. സൗദി അറേബ്യയ്ക്ക് F-35 വിമാനങ്ങൾ കൈമാറുന്നത് ഇസ്രയേലുമായുള്ള സൗദിയുടെ നയതന്ത്ര ബന്ധം തുടങ്ങുന്നതിന് വിധേയമായിരിക്കണമെന്ന് ട്രംപിനെ ഇസ്രയേൽ അറിയിച്ചെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പ്രാദേശിക സുരക്ഷാ സഹകരണത്തിന്റെ ഭാഗമായി വേണം യുദ്ധവിമാനങ്ങളുടെ കൈമാറ്റം എന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം. US ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചറിൽ സൗദി അറേബ്യ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആണവോർജ്ജ മേഖലയിലെ പുതിയ സഹകരണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇരു രാജ്യങ്ങളും പുറത്തുവിടുമെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറയുന്നു. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് പരസ്യമായ അഭിപ്രായം പറയാൻ അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടി വൈറ്റ് ഹൌസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം പറഞ്ഞതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസയിൽ രാജ്യാന്തര സേനയെ നിയോഗിക്കാനുള്ള US പ്രമേയത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി. ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ ശക്തിപ്പെടുത്താൻ തയ്യാറാക്കിയ US പ്രമേയത്തിന് അനുകൂലമായി അംഗങ്ങൾ വോട്ട് ചെയ്തു. ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ ശക്തിപ്പെടുത്താൻ തയ്യാറാക്കിയ US പ്രമേയത്തിന് അനുകൂലമായി അംഗങ്ങൾ വോട്ട് ചെയ്തു. വോട്ടെടുപ്പിൽ നിന്നും റഷ്യയും ചൈനയും വിട്ടുനിന്നു. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ചുവടുവയ്പാണ് പുതിയ പ്രമേയം. പ്രമേയം ചരിത്രപരമാണെന്ന് വോട്ടെടുപ്പിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ US അംബാസിഡർക്ക് മൈക്ക് വാൾസ് പറഞ്ഞു. പ്രമേയം ഗാസയെ അഭിവൃദ്ധിപ്പെടുത്തുമെന്നും സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിക്കുന്ന അന്തരീക്ഷത്തിനും വഴിയൊരുക്കുന്ന സുപ്രധാന ചുവടുവയ്പാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. US പ്രമേയത്തിനെതിരെ ഹമാസും പലസ്തീനിലെ മറ്റു ചില സംഘങ്ങളും മുന്നറിയിപ്പുമായി രംഗത്തെത്തി. ഇത് തങ്ങളുടെ മേൽ രാജ്യാന്തര നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് അവരുടെ വാദം. പ്രമേയം ഇസ്രയേലിന് അനുകൂലമാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. തങ്ങളുടെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്നാണ് ഇവരുടെ പക്ഷം. പ്രമേയപ്രകാരം രൂപീകരിക്കുന്ന സമാധാന സേനയിൽ ഇസ്രയേൽ ഉണ്ടാകരുതെന്നും അവർ നിർദ്ദേശിക്കുന്നു. ഗാസയെ സൈനിക മുക്തവും ഹമാസിനെ ആയുധ മുക്തവുമാക്കണമെന്നാണ് ഇസ്രയേലിന്റെ പക്ഷം. ഇത് സാധാരണ നിലയിൽ നടക്കില്ല എങ്കിൽ കഠിനമായ മാർഗങ്ങൾ കൈക്കൊള്ളണമെന്ന നിർദ്ദേശവും ബെന്യാമിൻ നെതന്യാഹു മുന്നോട്ട് വെക്കുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.63 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.13 യൂറോ. ഒരു US ഡോളർ 88.63 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 102.81 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 116.63 US ഡോളർ.
ഒരു കനേഡിയൻ ഡോളർ 63.07 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വധശിക്ഷ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ബംഗ്ലാദേശിൽ വൻ സംഘർഷം. അവാമി ലീഗ് അനുകൂലികൾ എതിരാളികളുമായും പോലീസുമായും ഏറ്റുമുട്ടിയത് സംഘർഷത്തിലേക്ക് നയിച്ചു. ഏറ്റുമുട്ടലുകളിൽ 2 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ധാക്കയിലെയും ബംഗ്ലാദേശിലെ മറ്റു സ്ഥലങ്ങളിലെയും തെരുവുകളിൽ വിന്യസിച്ചിരുന്ന പോലീസുമായി അവാമി ലീഗ് അനുകൂലികൾ ഏറ്റുമുട്ടുകയായിരുന്നു. പ്രതിഷേധ പ്രകടനത്തിനും ഹൈവേകൾ ഉപരോധിച്ചതിനും പിന്നാലെയായിരുന്നു ആക്രമണം. പ്രകടനക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിയും ഗ്രനേഡും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. പ്രതിഷേധക്കാരെ ലാത്തി ഉപയോഗിച്ച് ഓടിക്കുന്നതിന്റെ സ്ഫോടന ശബ്ദം കേൾക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവും ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ധൻമോണ്ടിയിലേക്കും പ്രതിഷേധക്കാർ മാർച്ച് നടത്തി. സ്വത്തുക്കൾ നശിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായതോടെ അവിടെയും സംഘർഷഭരിതമായി. കഴിഞ്ഞ വർഷം നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ തുടർന്ന് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ഹസീനയ്ക്കെതിരെ 3 കുറ്റങ്ങൾ ചുമത്തിയാണ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചത്. സ്ഥാനചലനത്തിനു പിന്നാലെ ഡൽഹിയിൽ പ്രവാസ ജീവിതം നയിച്ചു വരികയായിരുന്നു ഇവർ. അക്രമത്തിന് പ്രേരിപ്പിക്കൽ, പ്രകടനക്കാരെ കൊല്ലാൻ ഉത്തരവിടൽ, വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തിനിടെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിൽ പരാജയപ്പെടൽ എന്നിവയാണ് കുറ്റങ്ങൾ. ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ സുരക്ഷാ വീഴ്ച. ടെർമിനൽ 1-ലെ VVIP പിക്കറ്റ് പോയിന്റിന് സമീപം ടാക്സി ഡ്രൈവർമാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് വടിവാൾ വീശി യുവാവിന്റെ പരാക്രമം. 2 ടാക്സി ഡ്രൈവർമാരെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ച യുവാവ് വടിവാളുമായി VVIP മേഖലയിലേക്ക് ഓടിക്കയറുകയും ചെയ്തു. കേസിൽ ടാക്സി ഡ്രൈവർ സുഹൈൽ അറസ്റ്റിലായി. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. ജയനഗർ സ്വദേശിയാണ് സുഹൈൽ. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടിവാളുമായി VVIP മേഖലയിലേക്ക് ഓടിക്കയറിയ ഇയാളെ CISF ഉദ്യോഗസ്ഥർ ചേർന്നാണ് കീഴടക്കിയത്. ഒരു CISF ഉദ്യോഗസ്ഥനും പരിക്കേറ്റു. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. വ്യാപക ക്രമക്കേട് നടന്നെന്നും ഫലം റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യം ഉന്നയിച്ചു. ശതമാന കണക്കില്ലാതെ എത്ര പേർ വോട്ട് ചെയ്തെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല. ഫോം 20 പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശിക്കണം. ക്രമക്കേടുകളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തടയണമെന്നും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകൻ സാബു സ്റ്റീഫനാണ് ഹർജിക്കാരൻ. കേരളത്തിലെ SIR നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയെ സമീപിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതുവരെ SIR നടപടികൾ നിർത്തിവെക്കണമെന്നതാണ് ആവശ്യം. SIR-ഉം തദ്ദേശ തിരഞ്ഞെടുപ്പും ഒരേ സമയം നടത്തിയാൽ ഭരണസ്തംഭനം ഉണ്ടാകുമെന്നും ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത റിട്ട് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിൽ നിലവിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഡിസംബർ 21-നകം തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ അധികാരം ഏൽക്കേണ്ടതുണ്ട്. ഇത് ഭരണഘടനാപരമായ ബാധ്യതയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പിനായി 1,76,000 ജീവനക്കാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ സുരക്ഷയ്ക്കായി പോലീസ് ഉൾപ്പെടെ 68,000 ജീവനക്കാരെയും വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ നടക്കുന്ന SIR നടപടികൾക്കായി 25,668 ജീവനക്കാരെ ആവശ്യമാണ്. ഫലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം ഒരുമിച്ച് നടത്തിയാൽ കേരളത്തിൽ ഭരണസ്തംഭനം ഉണ്ടാവുമെന്നാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. തിടുക്കപ്പെട്ട SIR നടപ്പിലാക്കിയാൽ അതിൽ വ്യാപകമായ തെറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയെ അറിയിച്ചു. ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി സ്റ്റാൻഡിംഗ് കോൺസൽ CK ശശിയാണ് സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ സന്നിധാനത്തെ പരിശോധന പൂർത്തിയായി. 10 മണിക്കൂർ നീണ്ട പരിശോധന പുലർച്ചെയാണ് പൂർത്തിയായത്. പരിശോധനയ്ക്കായി ശ്രീകോവിലിൽ നിന്ന് അഴിച്ചെടുത്ത പാളികൾ തിരികെ സ്ഥാപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കി ഇന്ന് മടങ്ങുമെന്നാണ് വിവരം. കട്ടിളപ്പാളികളിലും ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണം പൂശിയ പാളികളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. കാലപ്പഴക്കം പരിശോധിക്കുന്നത് പാളികൾ വ്യാജമാണോ എന്നറിയുന്നതിൽ നിർണായകമാണ്. 1998-ൽ വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു നൽകിയതും അതിനുശേഷം 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് സ്വർണം പൂഷിച്ചതും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുകയായിരുന്നു പരിശോധനയുടെ ലക്ഷ്യം. കുറ്റക്കാർക്കെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സാമ്പിൾ ശേഖരിച്ചത്. പരിശോധനയുടെ ഫലം പ്രത്യേക സംഘം കോടതിയെ അറിയിക്കും. ഇന്നലെ ഉച്ചപൂജയ്ക്ക് മന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ദേവന്റെ അനുജ്ഞ വാങ്ങിയായിരുന്നു തുടക്കം. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന.
ശ്രീകോവിലിന്റെ തെക്കു പടിഞ്ഞാറ് വശത്തെ മൂലയിലുള്ള സ്വർണ്ണപ്പാളി ആദ്യം ഇളക്കിയെടുത്തു. പിന്നീട് 3 മൂലയിലെയും കൂടി ഇളക്കി. 1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞതിന്റെ സാമ്പിൾ ശേഖരിക്കാനായിരുന്നു ഇത്. പിന്നീട് 2019 ഘടിപ്പിച്ച കട്ടിളപ്പാളി ഇളക്കിയെടുത്ത് തൂക്കം നോക്കി. കേസിൽ ഉൾപ്പെട്ട ഭാഗത്തിന്റെ വിസ്തീർണം പ്രത്യേകം രേഖപ്പെടുത്തി. പിണറായി ഗ്രാമപഞ്ചായത്തിൽ CPI തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ CPM-ന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റി. പാർട്ടിക്ക് അനുവദിച്ച വാർഡ് 20 പിണറായി വെസ്റ്റിൽ പാറപ്രം ലോക്കൽ കമ്മിറ്റി അംഗത്തെയാണ് CPI സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. എന്നാൽ ഈ സ്ഥാനാർത്ഥി CPM വിമർശകനായതിനാൽ അംഗീകരിക്കില്ല എന്ന് പ്രാദേശിക CPM പ്രവർത്തകർ നിലപാടെടുക്കുകയായിരുന്നു. മുന്നണി സംവിധാനത്തിൽ സീറ്റ് വിഭജനം കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അതത് പാർട്ടികളാണ്. സ്വന്തം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള CPIയുടെ അവകാശത്തെയാണ് CPM പ്രാദേശിക പ്രവർത്തകർ ചോദ്യം ചെയ്തത്. പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ മാറ്റാനാവില്ല എന്ന് CPI കടുപ്പിച്ചെങ്കിലും ട്രിപ്പിൾ സ്ഥാനാർത്ഥിയെ ഇറക്കുമെന്ന CPM പ്രാദേശിക നേതൃത്വത്തിന്റെ വാശിക്ക് മുൻപിൽ CPI കീഴടങ്ങി. ശബരിമലയിൽ ദർശനത്തിനായി വൻ ഭക്തജന തിരക്ക്. രാവിലെ 5:45 മരക്കൂട്ടത്തിനു സമീപം വരെ നീണ്ട ക്യൂ ഇപ്പോഴും തുടരുകയാണ്. നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനങ്ങൾ നിറഞ്ഞു. തിരക്കു കാരണം ദർശനം കഴിയുന്ന തീർത്ഥാടകർ അപ്പോൾ തന്നെ പമ്പയിലേക്ക് മലയിറങ്ങുകയാണ്. തീർത്ഥാടകരുടെ സുഗമമായ യാത്രയ്ക്ക് KSRTC ആദ്യഘട്ടത്തിൽ 450 ബസ്സുകളാണ് ഏർപ്പെടുത്തിയിരുന്നത്. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിന് ഓരോ മിനിറ്റിലും 3 ബസ്സുകൾ വീതമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തരുടെ തിരക്ക് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ബസ്സുകൾ എത്തിക്കാനും ക്രമീകരണമായി. മണ്ഡല മകരവിളക്കു തീർത്ഥാടനത്തിനായി നട തുറന്ന ആദ്യത്തെ 2 ദിവസവും വലിയ തിരക്ക് അനുഭവപ്പെട്ടതോടെ പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിനു മാത്രമായി 202 ബസ്സുകളാണ് എത്തിച്ചിട്ടുള്ളത്. ലോ ഫ്ലോർ AC, ലോ ഫ്ലോർ നോൺ AC ബസ്സുകൾ ഉൾപ്പെടെയാണിത്. സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്നും 248 ദീർഘദൂര സർവീസുകളും പമ്പയിലേക്ക് നടത്തുന്നുണ്ട്. ഇതിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, എരുമേലി, കുമളി, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ നിന്നാണ് പമ്പയിലേക്ക് പ്രധാന സർവീസ്. ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് പമ്പയ്ക്ക് സർവീസ് ഉണ്ട്. രഞ്ജി ട്രോഫിയിൽ വീണ്ടും ഡബിൾ സെഞ്ചുറിയുമായി കർണാടകയുടെ യുവ സൂപ്പർ താരം സ്മരൺ രവിചന്ദ്രൻ. ചണ്ഡീഗഡിനെതിരെ 362 പന്തുകളിൽ പുറത്താവാതെ താരം 227 റൺസാണ് നേടിയത്. 16 4-ഉം 1 6-ഉം ഉൾപ്പെടുന്നതാണ് ഇന്നിംഗ്സ്. സീസണിൽ നേരത്തെ കേരളത്തിനെതിരെയും താരം പുറത്താവാതെ ഇരട്ട ശതകം കുറിച്ചിരുന്നു. കഴിഞ്ഞ വർഷം രഞ്ജിയിൽ പഞ്ചാബിനെതിരെയും ഇരട്ട സെഞ്ചുറി നേടി. കഴിഞ്ഞ വിജയ് ഹസാരെ 2024-25 സീസൺ ഫൈനലിൽ കർണാടകയ്ക്ക് വേണ്ടി മാച്ച് വിന്നിംഗ് സെഞ്ചുറിയും നേടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിൽ അഭയാർത്ഥി കോടതികൾ നിർത്തലാക്കാനുള്ള ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ നീക്കത്തിനെതിരെ ആക്ഷേപം ശക്തമാകും. എതിർപ്പുമായി എത്തിയത് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ. വിമർശനത്തിനു നേരെ ആഞ്ഞടിച്ച് ഷബാന മഹ്മൂദ്. ബ്രിട്ടനിൽ ബാങ്ക് തകരാറിലായാൽ നിക്ഷേപകർക്ക് സംരക്ഷണം ലഭിക്കുന്ന തുക 85,000 പൗണ്ടിൽ നിന്നും 1,20,000 പൗണ്ടായി ഉയർത്തി. പുതിയ പരിധി പ്രഖ്യാപിച്ചത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രൊഡൻഷ്യൽ റെഗുലേഷൻ അതോറിറ്റി. UK-യിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത 9 വയസ്സുകാരനെ വെറുതെ വിട്ട കോടതിക്കെതിരെ പ്രതിഷേധം ശക്തം. ആംഗിൾ മോണിറ്റർ സഹിതമുള്ള വീട്ടുതടങ്കലെങ്കിലും നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളി. ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഉറച്ച് BBC ചെയർമാൻ സമീർ ഷാ. അപകീർത്തി കേസിന് തക്ക അടിസ്ഥാനമില്ല എന്ന് സമീർ ഷാ. BBCക്കെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ച് അമേരിക്കൻ പ്രസിഡന്റ്. ബംഗ്ലാദേശിൽ വൻ കലാപം. ധാക്കയിലും ബംഗ്ലാദേശിലെ പ്രാന്തപ്രദേശങ്ങളിലും തെരുവുകളിൽ പോലീസുമായി അവാമി ലീഗ് അനുകൂലികൾ ഏറ്റുമുട്ടൽ തുടരുന്നു. പ്രതിഷേധം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ നൽകിയതിനെതിരെ. കേരളത്തിലെ SIR നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതി. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതുവരെ SIR നടപടികൾ നിർത്തിവെക്കണമെന്ന് കേരളം കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കി. കട്ടിളപ്പാളികളിലും ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണം പൂശിയ പാളികളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.